അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളുടെ അൺബോക്സിംഗ് ആണ്. നമ്മളെ യൂട്യൂബ് ചാനലിൽ മുന്നൊരു അൺബോക്സിങ് ചെയ്യാനുള്ളൊരു സാധനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതെന്താണ് സാധനം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ഒന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് അൺബോക്സിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമ്പോഴേ നമുക്ക് ചാനലിൽ ഇനിയും അടുത്ത അൺബോക്സിങ്ങും മറ്റ് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോരി, നമുക്ക് അൺബോക്സിങ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന സാധനം. അപ്പോൾ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സൈക്കിളാണെന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോസിൽ ഇപ്പം ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മുന്നേ കുട്ടിയൊരു സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സൈക്കിൾ കടയിൽ കൊടുന്നപ്പോൾ നമ്മുടെ സസ്പെൻസും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ്. പക്ഷേ അൺബോക്സിങ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സൈക്കിൾ ഹീറോൻ്റെ സൈക്കിളാണ്, 24Tയുടെ സൈക്കിളാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോക്സിൽ ഈ ടയറും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇനി ഹാൻഡിലും പിന്നെ പെഡല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഹാൻഡിലും പെഡലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്നാണ് കടക്കാരൻ നമ്മളോട് പറഞ്ഞത്. അത്യാവശ്യം സെറ്റായിട്ട് നല്ല സാധനമായിട്ട് എന്ത് റേറ്റ് വന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റേറ്റൊക്കെ സസ്പെൻസാണ്. എനിക്ക് റേറ്റ് ഇതിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എന്തായാലും ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ സൈക്കിൾ ഏകദേശം ഫുൾ സെറ്റായതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് കൊടുന്ന് അങ്ങനെ സൈക്കിള് നമ്മൾ ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ഇനി റിട്ടേൺ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ. ഒന്ന് രണ്ട് റൗണ്ടൊക്കെ ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളിൻ്റെ മൊത്തത്തിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയുള്ളൂ. അങ്ങനെ സൈക്കിൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ഭാഗവും നോക്കി, വീല് കാര്യങ്ങളൊക്കെ കറക്കി നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഇത് കൊടുക്കാനുള്ള ആളെ ഞാൻ വിളിച്ച്. അപ്പോൾ ആൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ നമുക്കും അത്യാവശ്യം നല്ല രീതിയിൽ സന്തോഷമൊക്കെ വന്നു. കാരണം വെച്ചാൽ നമ്മൾ ഒരു സൈക്കിളൊക്കെ കിട്ടുക, നമ്മളെ പ്രായത്തിൽ സൈക്കിളൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്മൾ കൊതിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം നമുക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ എനിക്കൊരു ഒരു റൗണ്ട് അടിക്കേണ്ടേ, സൈക്കിളൊക്കെ ചവിട്ടേണ്ടതെന്ന് വെച്ചപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. എന്നിട്ട് അവൻ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടി. അങ്ങനെ ഓന് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞു അമ്മ വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഓടിക്കാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ